അപ്പോൾ നമ്മൾ ടിപ്പുവിനെ കുളിപ്പിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ടിപ്പുവിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. ടിപ്പുവിന് അങ്ങനെ വെള്ളത്തിൽ കുളിക്കുന്നതിലൊന്നും താല്പര്യമില്ല. പിന്നെ അവൻ്റെ മേത്ത് നിറച്ച് അഴുക്കും പൊടിയൊക്കെ ആയതുകൊണ്ട് നമ്മളവനെ കുളിപ്പിച്ച് സുന്ദരനാക്കാമെന്ന് വിചാരിച്ചു. നിറച്ചും പൊടി അഴുക്കും, അവൻ എപ്പോഴും ഓടിക്കളിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത്. കുളിപ്പിക്കുമ്പോൾ അവൻ എന്തൊരു പാവമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ തനി രൂപവും സ്വരൂപവും ഒക്കെ അവൻ എടുത്ത്. അവൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ ഭയങ്കര ഓട്ടമായിരുന്നു, ഭയങ്കര നിൽക്കാതുള്ള ഓട്ടമായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുളിച്ച് കഴിയുമ്പോഴത്തേക്കും പട്ടിക്ക് ആദ്യം ഒന്ന് ഉറക്കമൊക്കെ വരും. പിന്നെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. പിന്നെ നല്ല ഉത്സാഹമൊക്കെ ആയിരിക്കും. എല്ലാവരുടെയും വീട്ടിലെ പട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കും. നല്ല രസമാണ് പപ്പീസിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്കൊരു നല്ല നമുക്കൊരു മനസ്സുഖവും സന്തോഷമൊക്കെ തോന്നും. മേത്ത് നിറച്ച് അഴുക്കായതുകൊണ്ട് എല്ലായിടവും നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി കുളിപ്പിക്കണം. ഇവൻ ഇത്രയും നാളായിട്ട് നമ്മൾ തേച്ച് കഴുകി ഇങ്ങനെ കുളിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസമൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ടിപ്പുവിൻ്റെ ഈ കുളി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ലാസ്റ്റ് വേണം നമ്മൾ തലയൊക്കെ തേച്ച് കഴുകി കുളിപ്പിക്കാൻ. തല ആദ്യമേ കഴുകണ്ട, അതായിരിക്കും നല്ലത്. തല ആദ്യമേ കഴുകാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ തലയിൽ വെള്ളം കിട്ടുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സോപ്പിടുമ്പോൾ കണ്ണെരിയുന്നതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞ് തല ലാസ്റ്റ് കഴുകിയാൽ മതിയെന്ന്. അപ്പോൾ അമ്മ തന്നെ അവനെ നന്നായിട്ടൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കും. അവൻ ക്ലിയർ വെള്ളയല്ല, ഇടയ്ക്ക് ക്രീം കളറൊക്കെ ഉണ്ട്, അതാണ് അങ്ങനെ കാണുന്നത്. പക്ഷെ കുളിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളത് അറിയത്തില്ല, ഫുൾ വെള്ളമായിട്ട് നമുക്ക് തോന്നും. അത് വെറും തോന്നലാണ്, മനസ്സിലായി. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം. കണ്ട, മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി. അവൻ്റെ വാല് ഈ എലിവാല് കണക്ക് കിടക്കും, എന്തോ പറ്റി. നമ്മൾ മേടിച്ചപ്പോഴേ അവൻ്റെ വാലങ്ങനെ ഇച്ചിരിയേ ഉള്ളൂ, പൂടെയൊന്നും അവിടെ ഇല്ല. ഇനി വലുതാകുമ്പോൾ അതൊക്കെ കിളുത്ത് സുന്ദര കുട്ടപ്പനാകും. കണ്ട, കുളി കഴിഞ്ഞ് ഇനി നമ്മൾ തോർത്തി വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് തലയിലെ വെള്ളമൊക്കെ കളയണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ തലയിൽ വെള്ളം കിട്ടി വല്ല പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തലയൊക്കെ നന്നായിട്ട് തോർത്തി കൊടുക്കണം. കുറച്ച് നേരം വെയിലത്തൊക്കെ ഇരുത്തുന്നത് നല്ലതായിരിക്കും കുളിപ്പിച്ച് കഴിയുമ്പോൾ. അപ്പോൾ കുറച്ച് ചൂടൊക്കെ ആയിട്ട് ഇരിക്കും. കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം, കുറച്ച് നേരത്തേക്ക് ഉറക്കമൊക്കെ ആയിരിക്കും. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് പവർഫുള്ളായിട്ട് വരും. കണ്ട, വെയിലത്ത് വെച്ച് നമ്മൾ തുടക്കുക. ഭയങ്കര കരച്ചിലായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞ് ഭയങ്കര കരച്ചിലും മൂളലും നിരങ്ങലും ഒക്കെ ആയിരുന്നു. കുളിച്ചതിൻ്റെ ആയിരിക്കും. കുളിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കുളിച്ചെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ അവസ്ഥയായി. ഭയങ്കര ഉന്മേഷമായിരുന്നു. എന്നെ ഓടിച്ചിട്ട് കടിയായിരുന്നു. കുറേ കടിയും ഒക്കെ കിട്ടി.
ടിപ്പു ടിപ്പുവേ 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 ടിപ്പുക്കുട്ടനാണോ ടിപ്പുക്കുട്ടനാണോടാ നീ ആണോടാ ടിപ്പു ആണോ ടിപ്പു ആണോ ഇത് ടിപ്പു ആണോടാ ടിപ്പു ആണോടാ കൈ തരുന്ന എങ്ങനെയാടാ മോനെ കൈ തരുന്ന എങ്ങനെയാ കൈ തരുന്ന എങ്ങനെയാ കടിക്കുന്നു അടങ്ങിയിരിക്കത്തില്ല ഞങ്ങൾ അടങ്ങിയിരിക്കാറില്ല കേട്ടോ